ഇല്ലാത്ത മോഷണത്തിന് പ്രതിചേർത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൂരതയ്ക്കിരയായ ദളിത് യുവതിയെ കൈയൊഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസും. പി ശശിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്ന് ബിന്ദു റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. പരാതി വായിച്ചുപോലും നോക്കാതെ കോടതിയിൽ പോകാൻ പി ശശി പറഞ്ഞെന്നും കള്ളക്കേസാണെന്ന് വ്യക്തമായിട്ടും പോലീസുകാർ തന്റെ ജോലി മുടക്കാൻ ശ്രമിച്ചെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സ്റ്റേഷനിൽ നേരിട്ടത് കടുത്ത ജാതി വിവേചനമാണ്. വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ കുളിമുറിയിൽ പോയി കുടിക്കാൻ പറഞ്ഞെന്നും പരാതിക്കാരി പറയുന്നു. ഉത്തരവിട്ടെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പിന്നെയൊന്നും എനിക്കൊന്നും അറിയില്ല സാർ. പി ശശി എന്ന് പറയുന്ന ഒരു അത് വായിച്ചൊന്നും നോക്കിയില്ല. അങ്ങോട്ട് കൊടുത്തപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ച് അവിടെ ഇട്ടിട്ട് പറഞ്ഞ് ഈ പരാതിക്കാർ മാല കണ്ടില്ലെന്ന് പരാതി കൊടുത്താൽ അവർ പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്ന് മറുപടിയും പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനവിടെ 3:30 ചെല്ലുന്ന സമയം മുതൽ പിറ്റേന്ന് 24 12:30 എന്നെ പുറത്ത്. അതുവരെ ഞാൻ അതിനകത്തായിരുന്നു. ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്. മക്കളെയും കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഈ പ്രസിഡന്റ് പറയുന്ന സാറാണ്. ഞാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ ഈ പ്രസിഡന്റ് പറയുന്ന സാറാണ് പറഞ്ഞ് ബാത്റൂമിൽ ബക്കറ്റിലോട്ട് പോയി കുടിച്ചില്ല. അങ്ങനെ അവിടുന്നൊരു പ്രതീക്ഷ എനിക്കില്ല സാർ. എനിക്ക് അങ്ങനെ അന്ന് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ നമ്മളടുത്ത് സാറ് മറുപടി പറഞ്ഞത്. പിന്നെ ബാക്കി 2 സ്ഥലത്തും എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടുത്തത് എനിക്ക് വലിയ വിശ്വാസക്കുറവാണ് സാർ. എന്തായാലും നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അല്ലേ? നീതി കിട്ടണം സാർ, എന്നാലും എനിക്ക് മുന്നോട്ട് പോവാം. ഇതിനുശേഷം ബിന്ദുവിനെ ചില അവര് ജോലി നിന്നൊക്കെ ഒഴിവാക്കിയെന്ന് കേട്ടു, അത് ശരിയാണോ? അത് ശരി സാർ. ഞാൻ ആദ്യം ഈ കവടിയാറ് വീട്ടിൽ നിന്ന് അവര് പോലീസ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാർ ഈ കവടിയാറുള്ള പത്മജയെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചു. ഇങ്ങനെ ഇപ്പോൾ ആൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. അപ്പോഴും അവർ എന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്, ബിന്ദു ഇനി വരണ്ട എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ദിവസം ജോലി ചെയ്ത പൈസ ഓഫീസിൽ മറ്റൊരു വീട്ടിൽ വിളിച്ചു പറയുകയും അങ്ങനെ ചെയ്തു സാർ. അതേസമയം ബിന്ദുവിന്റെ പരാതി അവഗണിച്ചിട്ടില്ലെന്നും നടപടിയുണ്ടാകുമെന്നും പി ശശി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. വിവരങ്ങളുമായി റിനു ശ്രീധറും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു ശ്രീധർ, ബിന്ദുവിന്റെ പരാതി പൊതുജന സമക്ഷം എത്തിച്ചത് റിപ്പോർട്ടറാണ്. അതിന്മേൽ പിന്നീടുണ്ടാകുന്ന നീതി നിഷേധവും നമുക്കിപ്പോൾ ബിന്ദുവിലൂടെ തന്നെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ബിന്ദുവിന്റെ പരാതിയിന്മേൽ നടന്നത് എന്താണ്? ബിന്ദു ഇപ്പോൾ പറയുന്നത് എന്താണ്? റിനു. സുജയ, കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് പേരൂർക്കട പോലീസിൽ നിന്ന് കൊടും ക്രൂരത ഈ ദളിത് യുവതിയായിട്ടുള്ള ഈ വീട്ടമ്മ ഏൽക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് 3-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും DGPക്കും SC/ST കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലടക്കം നൽകുന്നൊരു സാഹചര്യം. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വക്കീലിനൊപ്പം നേരിട്ട് കണ്ടു പരാതി നൽകി എന്നുള്ളതാണ് ബിന്ദു പറയുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുവാൻ വേണ്ടി തയ്യാറായില്ല. അധിക്ഷേപിച്ചിറക്കി വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ബിന്ദു പറഞ്ഞത്. കാരണം ഈ പരാതി വാങ്ങിച്ച ശേഷം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം. അതിനുശേഷം കോടതിയിലേക്ക് പോകുവാൻ വേണ്ടി പറയുകയും ചെയ്തു. മോഷണക്കുറ്റം ആരോപിക്കുമ്പോൾ ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പി ശശി അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ബിന്ദു പറയുന്നത്. എന്നാൽ പി ശശിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തന്നെ കാണാൻ വന്നിരുന്നു, പരാതി കൃത്യമായി തന്നെ കേട്ടു, അതിൽ ഇടപെടുകയും ചെയ്തു. ഇപ്പോൾ സൗത്ത് സോൺ IG-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പി ശശി പറയുന്നുണ്ട്. ഒപ്പം ഈ കോടതിയിൽ പോകാൻ വേണ്ടി പറഞ്ഞത് ഇവരോടല്ല, ഇവർക്ക് എതിരെ പോലീസ് സ്റ്റേഷനിൽ മാല മോഷണം പോയി എന്ന് പറഞ്ഞ് പരാതി നൽകിയ ഈ വീട്ടുകാർക്കെതിരെയാണ് കോടതിയിൽ മാനനഷ്ട കേസിന് പോകണം എന്നാണ് പി ശശി പറഞ്ഞത് എന്നുള്ളതും ഇവർ തെറ്റിദ്ധരിച്ചതാണെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുമുണ്ട്. എന്തായാലും ഈ വലിയ ഒരു കൊടും ക്രൂരത ഈ പോലീസുകാരിൽ നിന്ന് ബിന്ദുവിന് ഏൽക്കേണ്ടി വന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ആ വാർത്ത നമ്മൾ കഴിഞ്ഞ 10-ാം തീയതിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ മാല മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കൊണ്ടുപോകുന്നു. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ നൽകിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ നിന്ന് അല്ലെങ്കിൽ ശൗചാലയത്തിൽ നിന്ന് ബക്കറ്റിൽ വെള്ളമെടുത്ത് കുടിക്കാൻ ഒരു പോലീസുകാരൻ, പ്രസന്നൻ എന്ന് പറയുന്ന പോലീസുകാരൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇവർ കുടിച്ചില്ല എന്നുള്ളതാണ്. ഒരു ദിവസത്തോളം ഈ പോലീസ് സ്റ്റേഷനിൽ കൊടും ക്രൂരതയ്ക്ക് ഇരയായി എന്നുള്ളതാണ്. പലതവണ മക്കളെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്നും മര്യാദയ്ക്ക് കുറ്റം സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിനുശേഷം ഭയന്ന് ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനു മുമ്പ് വിവസ്ത്രയായി പരിശോധിക്കുന്നു. ഈ വീട്ടിലെത്തിച്ച് പോലീസ് വാഹനത്തിൽ എത്തിച്ച് പരിശോധന നടത്തുന്നു. നാട്ടിൽ
നടത്തിക്കൊണ്ടു പോകുന്നു. ഇത്തരത്തിൽ ഒരു കുറ്റവാളിയെ പോലെയാണ് പേരൂർക്കട പോലീസിൽ നിന്ന് പെരുമാറിയത് എന്നുള്ളതാണ് SIക്കെതിരെ SI പ്രസാദ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പ്രസന്നൻ വീട്ടുകാരായിട്ടുള്ള രണ്ടുപേർക്കെതിരെ ആണ് പരാതി നിലവിൽ നൽകിയിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വരെ കേട്ടാലറയ്ക്കുന്ന തെറിയഭിഷേകം നടത്തി എന്നുള്ളതാണ് ബിന്ദു അന്ന് നമ്മളോട് പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആണ് DGP ഈ സൗത്ത് സോൺ IGക്ക് ഉത്തരവിടുകയും ഇപ്പോൾ കണ്ടോൺമെന്റ് ACP അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിൽ ഇത്ര ദിവസം പിന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമാകുന്നു. പക്ഷേ ഇതുവരെയും ആ പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുജ. ഓക്കെ റിനു, നമുക്ക് TV പ്രസാദിലേക്ക് കൂടി പോകാം. TV പ്രസാദ്, എന്തുകൊണ്ട് നടപടിയില്ല? നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരെ തനിക്ക് നേരിട്ട നീതി നിഷേധം അറിയിക്കാൻ ശ്രമിച്ചല്ലോ ബിന്ദു. എന്നിട്ടും നടപടിയുടെ കാര്യത്തിൽ അലംഭാവം ഉണ്ടായി എന്നതാണോ മനസ്സിലാകേണ്ടത്? ഉറപ്പായും സുജയ, അങ്ങനെ നടപടി എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് സംവിധാനവും നമ്മുടെ ആഭ്യന്തര വകുപ്പും എത്തിയിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ഇന്ന് PSSയുടെ പേര് പറഞ്ഞപ്പോൾ മാത്രമാണ് PSS അത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണമെങ്കിലും നടത്താൻ തയ്യാറായത്. സുജയ, ഇത് വ്യാപകമായി സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ചില സംഭവങ്ങളിൽ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ദളിത് സ്ത്രീകളോടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോടുമെല്ലാം ഒരു വല്ലാത്ത മനോഭാവവും നമ്മുടെ സംവിധാനങ്ങൾക്ക് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് പോലീസ് സംവിധാനത്തിന് അത് ധാരാളമുണ്ട്. അതുകൊണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. അതായത് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നൊരാൾ വന്ന് ആ വീട്ടിൽ ജോലിക്ക് നിന്ന ആൾക്കെതിരെ പരാതി പറയുന്നതോടുകൂടി അവർ തന്നെയാണ് ഈ മാല എടുത്തത് എന്ന നിഗമനത്തിലേക്ക് എങ്ങനെയാണ് പോലീസിന് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ എത്തിയെന്ന് മാത്രമല്ല സുജയ, അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള ഓരോ നടപടികളും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു തൊണ്ടി മുതൽ കണ്ടെടുത്തതിന് ശേഷം, അതല്ലെങ്കിൽ മോഷണം നടത്തിയത് ഇന്ന ആളാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നടത്തേണ്ട നടപടിക്രമങ്ങൾ ആദ്യം തന്നെ നടത്തുകയും അവരെ ഒരുപക്ഷെ കൂട്ട ആത്മഹത്യയിലേക്ക് തന്നെ തള്ളിവിടുന്ന നിലയിലേക്കുള്ള സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. ഈ സ്ത്രീ തന്നെ അത് വിശദീകരിക്കുകയാണ്. എത്രമാത്രം 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണവർ. ജീവിക്കാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്ന ആ ഫാമിലിയിൽ നിന്ന് അവർ വീട്ടുജോലിക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ അപമാനിച്ചിട്ടും അവർക്കെതിരായ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സുജയ, അവർക്കെതിരായ FIR ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല. ആ മാല ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. പക്ഷെ ഇപ്പോഴും പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ FIR പ്രകാരം ആ സ്ത്രീ പ്രതിയാണ് എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായ ഒരു കാര്യം. അവിടം കൊണ്ട് തീർന്നില്ല. മുഖ്യമന്ത്രിയുടെ സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയപ്പോൾ ശശിയുടെ സമീപനമാണ് ഇന്ന് ആ സ്ത്രീ പറഞ്ഞത്. ഒരു കാരണവശാലും കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പോലീസിന്റെ ഭാഗത്തുണ്ടായത്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുണ്ടായത്. നിർബന്ധമായും നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വാർത്ത പുറം ലോകത്തെത്തിക്കുന്നത് റിപ്പോർട്ടറാണ്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിനു ശ്രീധറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ അതിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത വന്നതിന് ശേഷമാണ് മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അത് സത്യസന്ധമായി അന്വേഷിക്കുമെന്ന് നമുക്ക് ഇനിയെങ്കിലും പ്രതീക്ഷിക്കാം. ഒരു കാര്യമുണ്ട് സുജയ, ഈ പാവപ്പെട്ട സ്ത്രീയോട് കൊടും ക്രൂരത ചെയ്ത ഈ പോലീസുകാർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുന്നത് വരെ പരാതി നൽകി എന്നതാണല്ലോ പ്രസാദ് പറയുന്നത്. ഇക്കാര്യത്തിൽ ശശിക്ക്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് ഒന്ന് കേൾക്കാം. റിനു ശ്രീധർ, ശശിയോട് നമ്മൾ ഇക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? പരാതിയുമായി ബിന്ദു അദ്ദേഹത്തെ സമീപിച്ചിരുന്നോ? എന്താണ് അദ്ദേഹം നിർദ്ദേശിച്ചത്? തീർച്ചയായും, അതായത് ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ 3-ാം തീയതി ബിന്ദു കാണുന്നുണ്ട്. ആ കണ്ടത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. പക്ഷേ പരാതി കേട്ടില്ലെന്നും പരാതി വലിച്ചെറിഞ്ഞെന്നും ഇവരെ അധിക്ഷേപിച്ച് ഇറക്കി വിട്ടെന്നും പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ശശി പറയുന്നത്. അത് ചില തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് പരാതി കൊണ്ടുവന്നു, പരാതി വാങ്ങിച്ചു, കൃത്യമായി തന്നെ അവർ പറയുന്നതെല്ലാം ഇരുന്നു കേട്ടു. അതിനുശേഷം ഇവരോട് കോടതിയിൽ പോകാൻ പറഞ്ഞത് ഇവർക്കെതിരെ, അതായത് ബിന്ദുവിനെതിരെ
പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മോഷണം കുറ്റം ആരോപിച്ചു പരാതി കൊടുത്ത 2 സ്ത്രീകൾ, അവർക്കെതിരെയാണ് പരാതി കോടതിയിൽ പോകാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളതാണ്. ഉടൻ തന്നെ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സബ് സോൺ IG-ക്ക് കൈമാറുകയും ചെയ്തു പരാതി. അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഒരു തരത്തിലും ബിന്ദുവിൻ്റെ പരാതി നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പി ശശിയിൽ നിന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. സുജയ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പരാതി നൽകി ഇന്ന് ഏകദേശം ഇനി 3 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഈ സംഭവം നടന്നിട്ട് തന്നെ 1 മാസമാകുന്നു എന്നുള്ളതാണ്. ഈ പരാതി കൊടുത്തിട്ടും 15 ദിവസത്തിൽ കൂടുതലാകുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരു സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മയ്ക്കാണ് കാക്കി ധരിച്ച പോലീസുകാരിൽ നിന്ന് ഇത്തരം ഒരു ക്രൂരത ഏൽക്കേണ്ടി വന്നത്. ഏറ്റവും അവസാനം ഈ ഇക്കാര്യത്തിൽ ബിന്ദുവിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ബിന്ദുവിന് നീതി ഉറപ്പാകുന്നത് വരെ എന്തുകൊണ്ടാണ് പോലീസുകാർക്കെതിരെ നടപടിയില്ലാത്തത്? ആ ചോദ്യം ബിന്ദുവിനൊപ്പം നമ്മളും ചോദിക്കുകയാണ്. അതിനൊരു മറുപടി ഉണ്ടാകുന്നതുവരെ നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, അത് തന്നെയാണ് റിപ്പോർട്ടറിന്റെ ടാഗ്.